നിലവിൽ ഈ വീക്കിലെ നോമിനേഷൻ പ്രക്രിയയാണ് ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ കഴിഞ്ഞത്. നോമിനേഷന് ശേഷം പൊട്ടിക്കരയുന്ന ശ്രീധുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തതിൽ ഒരു റീസൺ ആയി അർജുന്റെ കോംബോയും അതുപോലെ ആ കോംബോ ഒരു ഡ്രാമയാണ് ഇവിടെ കളിക്കുന്നത് എന്ന രീതിയിൽ ഒരാൾ പറഞ്ഞിരുന്നു. ആ റീസൺ കേട്ടത് മുതലാണ് ശ്രീധു കരയാൻ തുടങ്ങിയത്. നോമിനേഷനിൽ വന്നതല്ല എനിക്ക് കുഴപ്പം, ഞാൻ കളിക്കുന്നത് ഡ്രാമയാണെന്നൊക്കെ പറയുന്നു, അതാണ് എനിക്ക് വിഷമം വരുന്നതെന്ന് പറഞ്ഞ ശ്രീധു കരയാണ്. ശ്രീധു കരയുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു ചാൻസ് തന്റെ ഒരു കാര്യം വെളുപ്പിക്കുന്ന ജാസ്മിനെ കാണാം. ഞാനും ഗബ്രിയും തമ്മിൽ ഉണ്ടായിരുന്നത് വരെ പലതും പറഞ്ഞുണ്ടാക്കിയവരാണ്, ഇതൊക്കെ പറയുന്നതിനാണോ അത്ഭുതം എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. എന്റെയും ഗബ്രിയുടെയും കാര്യത്തിലും ഇവരൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞുണ്ടാക്കിയത് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം വരെ ഗബ്രി ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഗബ്രിയാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കരഞ്ഞ ജാസ്മിനാണ് ഇപ്പൊ പറയുന്നു ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ്. എന്തായാലും അർജുനും ശ്രീധുവിനും ആ ഒരു അവസരത്തിൽ ക്യാമറ സ്പേസ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവരുടെ നടുക്കൂന്ന് മാറാതെ അവർക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുക്കാതെ ബാത്റൂമിൽ പോലും പോയി അവരുടെ രണ്ടുപേരുടെയും നടുക്ക് നിൽക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലുള്ള 10 മത്സരാർത്ഥികൾ 7 പേരാണ് നോമിനേഷന് വന്നിരിക്കുന്നത്. നന്ദന അർജുൻ ശ്രീധുവിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അർജുൻ ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ നന്ദന പ്രത്യേകം പറഞ്ഞത് ശ്രീധു അർജുനും ഇവിടെ ഒരു ലവ് കോംബോ ഡ്രാമയാണ് കളിക്കുന്നത്, അങ്ങനെ ഒരു ഡ്രാമയാണ് രണ്ടുപേരും കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നന്ദന നോമിനേറ്റ് ചെയ്തത്.